ഹായ്, വെൽക്കം ടു തലവറ. ഇന്നൊരു പുതിയ കിച്ചണിൽ വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും, ഇതുവരെ എടുത്ത പോലല്ല, വേറൊരു കിച്ചണാണ്. ഇത് നാട്ടിലെ കൊച്ചിയിൽ നിന്ന് പുതിയ വീട്ടിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. നമുക്കിന്ന് നെയ്പായസം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി മെയിനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പായസം റൈസ്. അതല്ലെന്നൊരു നമ്മുടെ മട്ട റൈസ് എടുത്താലും മതി. ഞാൻ പായസം റൈസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടുന്നത് ശർക്കര, പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഈ പൊടിച്ച ശർക്കര എടുത്തിരിക്കുന്ന അതേ കപ്പിലാണ് അരി എടുത്തിരിക്കുന്നത്. ഈ കപ്പിൻ്റെ പകുതിയാണ് അരി എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇരട്ടി, അതായത് ഈ കപ്പിൻ്റെ ഫുള്ളാണ് ശർക്കര പൊടിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടുന്നത് അല്പം ഏലക്കാപ്പൊടി, നെയ്യ്, ഇത്രയാണ്. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. ഇനി ആദ്യം കുക്കറിൽ അരി വേവിക്കാം. അരി കഴുകി വൃത്തിയാക്കി എടുത്താണ്. ഇനി അരി വേകാൻ ആവശ്യമായ വെള്ളം, അരിയുടെ മുകളിൽ നിൽക്കത്തൊക്കെ വേണം വെള്ളം ഒഴിക്കേണ്ടത്. ഇതുപോലാണ് ഞാൻ വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. നമുക്ക് ഈ കുക്കർ പുറകിലത്തെ സ്റ്റൗവിൽ വയ്ക്കാം. ഇനി സ്റ്റൗ ഓണാക്കാം. ആദ്യത്തെ ഒരു വിസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് 2 വിസിൽ. അരി വേകുന്ന സമയം കൊണ്ട് ശർക്കര ഉരുക്കാനായിട്ട് വയ്ക്കാം. ശർക്കരയിലേക്ക് 1 ഗ്ലാസ് വെള്ളം. സ്റ്റവ് ഓണാക്കാം. ശർക്കരയിലെ അഴുക്കൊക്കെ നമുക്കിങ്ങനെ എടുത്ത് കളയാം. ഒരു പാത്രത്തിൽ ഇതുപോലെ ഇച്ചിരി വെള്ളം വെച്ചിട്ട് അതിലോട്ട് ഇങ്ങനെ ഒന്ന് വിട്ട് മാറ്റിയാൽ മതി. നിങ്ങൾ നോക്കി എന്തോരം അഴുക്കാണിത്. ഇതുപോലെ ഫുള്ളും എടുത്ത് കളയണം. ശർക്കര ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് ചോറ് നോക്കാം. ചോറ് കണ്ടോ, നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞിട്ടില്ല. ഓരോ അരി സെപ്പറേറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതാണ്ട ഇങ്ങനെ ഇരിക്കണം. വെന്ത് കുഴഞ്ഞു പോകരുത്. ശർക്കരയിലതേ അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിച്ചൊഴിക്കാം. ശർക്കര നല്ല കളറുള്ള ശർക്കര എടുക്കുന്നതായിരിക്കും പായസത്തിന് നല്ലത്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കാം. ഇതൊന്ന് ഇളക്കി അമ്പലത്തിലെ പായസമല്ലേ, വെള്ളമൊന്നുമില്ലാതെ നല്ല കട്ടിയായിട്ടിരിക്കുന്നു, അതുപോലെ ആക്കിയെടുക്കണം. അരി വേകാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ അരി വേവിക്കണം. പാത്രത്തിലിട്ട് വേവിക്കുന്നതാണെങ്കിൽ കുക്കറിലിട്ടാണെങ്കിൽ മതി. ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അരി വേഗത്തില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാം. നെയ്യ് ഒറ്റ ഇതിന് ഒഴിക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് ഇളക്കിയാൽ മതി. നല്ല കളറുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ. പിന്നെ ഇളക്കി വറ്റിച്ചെടുക്കണം. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ. ഇപ്പം 3 ടേബിൾ സ്പൂൺ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നെയ്യുടെയും ശർക്കരയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. എത്ര പെട്ടെന്നാണ് നെയ്യ് പായസം തയ്യാറാക്കാൻ പറ്റുന്നത്. അമ്പലത്തിൽ അതേ പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്കൊരു 3-4 തുളസിയില ഇടാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഏലക്ക ഒരു 4 ഏലക്ക അല്പം പഞ്ചസാര ചേർത്ത് ഞാൻ പൊടിച്ചാണ്. അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന അതിനകത്ത് അല്പം തൊലിയൊക്കെ കാണും, അതുപോലെ തന്നെ പൊടിച്ച് ചേർത്താണ്. ഇപ്പോൾ തന്നെ നല്ലപോലെ കുറുകിയിട്ടുണ്ട്.
ഇനി ഇതിലിരുന്നൊന്ന് കുറുവും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒന്നെങ്കിൽ മുന്തിരിങ്ങ വറുത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ്. അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പായസത്തിനകത്ത് അണ്ടിപ്പരിപ്പൊന്നും കാണാറില്ല, പക്ഷേ മുന്തിരിങ്ങ കിടക്കുന്ന കാണാറുണ്ട്. മുന്തിരിങ്ങ ശരിയായി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് പായസത്തിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നെയ് പായസം റെഡിയായി. ഇപ്പം തന്നെ നല്ലപോലെ കുറുകിയിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസം ചൂടോടെ ഇലയ്ക്കകത്തൊക്കെ ഒഴിച്ച് വെച്ച് ആ ഇലയുടെ ഒരു മണവും എല്ലാം കൂടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇത് നമുക്ക് അതുപോലെ തന്നെ എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഉണ്ടാവും തുളസിയിൽ തെറ്റിപ്പൂനും. ഇപ്പോഴല്ലേ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പായസത്തിൻ്റെ ഒരു ഫീല്. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടിയെടുക്കാം. ശരിക്കും ഇതാണ് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നെയ് പായസത്തിൻ്റെ മധുരം ഈ അളവിലാണ്. അരവണയല്ല, അരവണയാകുമ്പോൾ ഇതിൻ്റെ ഇരട്ടി മധുരം ചേർത്തെങ്കിലേ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ചേർത്തതിൻ്റെ ഇരട്ടി മധുരം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിന് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടു കഴിഞ്ഞ് വെറുതെ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളത് ചെയ്തു നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എന്നാൽ മാത്രമേ മറ്റുള്ളവർക്കും അത് ചെയ്തു നോക്കണമെന്ന് തോന്നുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.